വെൽക്കം ടു മീഡിയ ഭാരത്. നമ്മളിന്ന് നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നടക്കുന്ന സംഭവബഹുലമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നടൻ വിജയ്, TVK. വിജയ്ക്ക് ഈ അടുത്തുണ്ടായ കരൂരിലുണ്ടായ ദുരനുഭവം, 42ഓളം പേരുടെ മരണത്തിന് കാരണമായ ഒരു സംഭവം, അതിനെ ചുറ്റിപ്പറ്റി പല അഭ്യൂഹങ്ങളും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പം അതിനൊരു നമുക്ക് അന്തിമമായിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല. ഇത് ഇന്നതാണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അതിലെ തെളിവുകളുടെ ഒക്കെ കണ്ടെത്തണം. അതുപോലെ മൊഴികളും എല്ലാം കോടതിയാണ് അത് തീരുമാനിക്കേണ്ടതെങ്കിലും ആ കരൂരിൽ മാത്രം അത് നടന്നത് എന്താണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് സെന്തിൽ ബാലാജിയിലാണ് നമ്മൾ പോയി നിൽക്കുന്നത്. സെന്തിൽ ബാലാജി അറിയാം, DMKയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ്. മാത്രമല്ല ഒരുപാട് ഊഴൽ വഴക്ക് തമിഴിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദിവസം ജയിലിൽ കിടന്നൊരു വ്യക്തി കൂടിയാണ്. വീണ്ടും സ്റ്റാലിൻ തന്നെ മിനിസ്റ്ററായിട്ട് കൊണ്ടുവന്നതാണ്. പുള്ളിയുടെ ആ കരൂർ എന്ന് പറഞ്ഞാൽ സെന്തിൽ ബാലാജിയുടെ കോട്ടയാണ്. അവിടെയാണ് ഈ അത്യാഹിതം ഉണ്ടായിരിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഒരു 4-5 ഈ പൊതുയോഗങ്ങളിലൊന്നും യാതൊരു പ്രശ്നമില്ലാതെ വന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറുന്നത്. അതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്തൊരു ആംബുലൻസ് അവിടെ വന്നതും വിജയ് അങ്ങോട്ട് എത്താൻ കുറച്ച് സമയം, 1 മണിക്ക് എത്താമെന്ന് പറഞ്ഞ ആൾ എത്തിയത് 6 മണി 7 മണിയോട് അടുപ്പിച്ചാണ്. അപ്പം അത് ആ സ്ഥലം കവർ ചെയ്ത് വരാനെടുത്ത ഒരു റോഡ് ഷോ പോലെ എടുത്ത സമയവും അതിൻ്റെ പുറകിലൊരു ഇവൻ്റ് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അതായത് മാക്സിമം ആൾക്കാർ എത്തിയതിന് ശേഷം വിജയ് സ്പോട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ അവർ മെല്ലെ വന്നു എന്നും, അതിന് മുമ്പിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അവരെ മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിൽ അത് മെല്ലെ വരേണ്ടി വന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ അതിനകത്തിരുന്നിട്ട് ആ ക്യാബിൽ ഇരുന്നുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ ഉള്ളൊരു ഇതിലൂടെയാണ് പുള്ളി അങ്ങോട്ട് എത്തിപ്പെട്ടത്. അവിടെ വന്നു, മുകളിൽ കയറിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. 10 രൂപ ബോട്ടിൽ എന്നൊരു പാട്ട്, 10 രൂപ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ സെന്തിൽ ബാലാജിയായിട്ട് ബന്ധപ്പെട്ട ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഒരു മദ്യക്കുപ്പിക്ക് 10 രൂപ കമ്മീഷൻ വാങ്ങുന്നുണ്ടായിരുന്നു എന്നാണ് അലിഗേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ പാട്ട് പാടിയതിന് ശേഷമാണ് എല്ലാം താളം തെറ്റുന്നത്. അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 4ഓളം ചെരുപ്പുകൾ പുറകിൽ നിന്ന് എറിഞ്ഞിട്ടുണ്ട്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഭടന്മാരത് പിടിച്ചിട്ടുണ്ട്. അതൊന്നും വിജയ് അറിയുന്നില്ല. വിജയ് തിരിഞ്ഞു നിന്ന് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് ഒരു ആംബുലൻസ് അതിലേ വരുമ്പം അങ്ങനെ ഒരു ആംബുലൻസ് വരേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല. ആ സമയത്ത് ആംബുലൻസ് വരുന്നതും വിജയ് ആംബുലൻസിനോട് കടന്നു പോകാൻ പറയുന്നതും, അതിനുശേഷം ഈ വന്നിരിക്കുന്ന വിജയുടെ ഫാൻസ് എന്ന് പറഞ്ഞ ഈ കൂട്ടം അവർ കയറി നിൽക്കുന്ന സ്ഥലങ്ങൾ മരത്തിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ വരെ അവർ കയറി വിജയെ കാണാൻ വേണ്ടി കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുപോലെ അവിടെ തന്നെ ഒരു ജനറേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജനറേറ്റർ ഒരു റൂം പോലെ അവർ തകരം കൊണ്ടൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ പൊളിഞ്ഞ് ആൾക്കാർ അതിനകത്ത് കയറുകയും ജനറേറ്ററിൻ്റെ മണ്ടയ്ക്കൊക്കെ ആൾക്കാർ കയറുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായത്. പോലീസൊക്കെ വന്ന് അവരെ ഇറക്കാനൊക്കെ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ പെട്ടെന്ന് അവിടുന്ന് ഇത് കാരണമാണെന്നാണ് പറയുന്നത്. ജനറേറ്റർ ഓഫായി. ആ ഓഫായ സമയത്ത് ഉണ്ടാകുന്ന ഒരു തിക്കും തിരക്കിലും പെട്ടിട്ടാണ് ഒരു ഓട പോലെ ചെറിയൊരു പാത്തി പോലെ ഇങ്ങനെ വഴിയിൽ വെള്ളം പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ട് അതിനകത്തേക്ക് വീണിട്ടാണ് ആദ്യത്തെ ഈ അപകടം തുടങ്ങുന്നത്. അതിൻ്റെ മണ്ടയ്ക്ക് ആൾക്കാർ വരിയായിട്ട് വന്ന് വീഴലും അപ്പോൾ ശ്വാസം മുട്ടി അതിനടിയിൽ കിടന്നൊക്കെ ആൾക്കാർ മരണം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടി കത്തി കൊണ്ട് കുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. മാല പിടിച്ച് പറിച്ചിട്ടുണ്ട്. അതുപോലെ കഴുത്തിന് ഞെരിച്ച് കൊന്നിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് മീനാക്ഷി ഹോസ്പിറ്റലിൽ നിന്ന് തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. അതായത് ഒരു 10 അടി പോലും അവിടുന്ന് പോകണ്ട. ആ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാതെ ഇവരെ സർക്കാർ ആശുപത്രിയിലേക്ക്, ഒരു വളരെ ദൂരെയുള്ള ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയുന്നില്ല. എത്രയും ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാകുമ്പം തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലാണല്ലോ നമ്മൾ കൊണ്ടുപോകേണ്ടത്. അവിടെ കൊണ്ടുവരുന്ന ഒരുപക്ഷെ ഇതൊക്കെ രക്ഷപ്പെട്ടു പോയേനെ. മാത്രമല്ല, ഈ മരണം നടന്ന സ്ഥലത്ത് ആംബുലൻസുകൾ ഈ വരുന്നു, എല്ലാവരെയും കൊണ്ടുപോകുന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഈ വന്ന ആംബുലൻസിന് മൊത്തം DMKയുടെ സ്റ്റിക്കറാണ്. അതുപോലെ അവിടെ സപ്ലൈ ചെയ്ത് അപ്പോൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ
സെന്തിൽ ബാലാജിയുടെ സ്റ്റിക്കറോട് കൂടിയ വെള്ളമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ മുൻകൂട്ടി ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു എന്ന് സംശയിച്ചു പോയാൽ തെറ്റ് പറയാൻ പറ്റുമോ? അപ്പം അത്രയും പ്രശ്നമുള്ള ഒരു മേഖലയിലാണ് വിജയ് പോയിട്ട് ഇത് ഒരു മീറ്റിംഗ്, ഒരു പൊതുയോഗം നടത്തിയത് എന്നുള്ളത് വിജയ്ക്കും വ്യക്തമായിട്ട് അറിയാം. ഇതൊരു പ്രശ്നമുണ്ടാകുന്ന മേഖലയാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ എപ്പം സെന്തിൽ ബാലാജിയെ പറ്റി പറയുന്നോ ആ നിമിഷം തൊട്ട് വിജയ്ക്കെതിരെയുള്ള ആക്ഷൻ ഈ ആൾക്കാരുടെ ഇടയിലും പുറകിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഹോസ്പിറ്റലിലെ വാതിൽക്ക് വന്നിരുന്ന് കരയുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ചുരിദാറൊക്കെ ശരിക്കും നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ആ പെൺകുട്ടി ഒരല്പനേരം അവിടെ നിന്ന് കരയുന്നുണ്ട്, എന്തോ ആരോ മരിച്ചു പോയത് ഓർത്ത് കരയുന്നുണ്ട്. ഒരല്പനേരം കഴിച്ച് ആ കുട്ടിയെ ശവമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് വിഷ്വലിൽ കാണുന്നുണ്ട്. അതുപോലെ ഒരു സ്ത്രീ ആൾക്കാരുടെ ഇടയിൽ സംസാരിച്ച് ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ത്രീയും കുറച്ച് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത് ശവമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ എന്തൊക്കെയോ ദുരൂഹതകൾ നടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അത് മാത്രമല്ല, പെട്ടെന്ന് ഈ മിനിസ്റ്റർ അവിടെ 10 മിനിറ്റിൽ ഈ മിനിസ്റ്റർ അവിടെ എത്തുന്നു. അതായത് എങ്ങനെ പോയാലും ആ ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് എത്താൻ ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറെങ്കിലും എടുക്കുന്ന സമയത്ത് 10 മിനിറ്റ് കൊണ്ട് ഈ മിനിസ്റ്റർ ഈ പറയുന്ന സെന്തിൽ ബാലാജിയും കൂട്ടരും അവിടെ എത്തുന്നു. ഭയങ്കരമായ ഓസ്കാർ അവാർഡ് കിട്ടുന്ന രീതിയിലുള്ള അഭിനയമാണ് അവിടെ എല്ലാവരും കാഴ്ചവെച്ചത്. പക്ഷേ മുഖത്ത് വ്യക്തമായിട്ട് ഒരു സൈക്കോളജി അറിയുന്ന വ്യക്തിക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കരങ്ങൾ ആരുടേതാണെന്ന്. അത് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പം നമുക്ക് വിളിച്ചിട്ട് പറയാൻ പറ്റില്ല. കാരണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്ത് വിളിച്ച് പറഞ്ഞാൽ ഉടനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതുവരെ ഇല്ലാത്ത ചില സംഭവ വികാസങ്ങളാണ് ഇപ്പം നടക്കുന്നത്. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സത്യസന്ധനായ ഒരാൾക്കും പറ്റിയൊരു മേഖലയല്ല ഈ രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ KP ഉമ്മറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫാദർലെസ് ഫീൽഡ് തന്നെ പറയണം. തന്തയ്ക്ക് പറക്കാത്ത ഒരു ഫീൽഡാണെന്ന് തന്നെ പറയണം. അങ്ങനെയുള്ള മേഖലയിലേക്ക് ഒരാൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ വിജയ് ഈ പ്രായത്തിനുള്ളിൽ, ഈ ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ ജീവിതത്തിൽ ഈ ഒരു 10 ജന്മത്തിലേക്ക് കഴിയേണ്ട സ്വത്തുക്കൾ സമ്പാദിച്ചു കഴിഞ്ഞു. പണം അത്രയും അളവറ്റ പണം കണ്ടുമെടുത്തു കഴിഞ്ഞു. അപ്പം പുള്ളിയുടെ മനസ്സിലൊരു ആഗ്രഹം, ഇതൊക്കെ തന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ പ്രേക്ഷകരാണ്, എൻ്റെ ഫാൻസ്, എന്നെ ഇത്രയും വലുതാക്കിയത് ഇവരാണ്. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം. ഉറപ്പായിട്ടും വിജയ് വന്നാൽ നല്ലത് മാത്രമേ ചെയ്യൂ. ഒരാളെയും ദ്രോഹിക്കുന്ന രീതിയിൽ വിജയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. പക്ഷേ വിജയ്ക്ക് വരാൻ കഴിയില്ല ഈ മേഖലയിലേക്ക്. ഇത്രയും ഈ മലിനസമായി കിടക്കുന്ന ഈ രാഷ്ട്രീയത്തിലേക്ക് വിജയ് കാലെടുത്ത് വെക്കുമ്പോൾ എങ്ങനെ വിജയ്ക്ക് കാലെടുത്ത് വെക്കാൻ പറ്റും? അത്രയും 4 ദിക്കുന്നും വിജയെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്താക്കുക. ഇപ്പം പറയുന്നത് അന്നത്തെ ഈ സംഭവം നടന്ന അന്ന് വിജയ് തിരിച്ചെന്തിന് രക്ഷപ്പെട്ട് ഓടി എന്നാണ് പറയുന്നത്. അവിടെ നിന്നില്ല, നിൽക്കണമായിരുന്നു. നിന്നിട്ട് ഇവരോടൊക്കെ, ഇതിനൊക്കെ എൻ്റെ മക്കൾ, എൻ്റെ ആൾക്കാരാണ്, ഇവരൊക്കെ ഞാൻ സഹായിക്കണം, ആ ഹോസ്പിറ്റലിൽ വന്ന് പുള്ളി നിൽക്കണമെന്നാണ് പറഞ്ഞത്. എന്താവും അവസ്ഥ എന്നറിയോ? ഈ പറയുന്ന ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഈ പറയുന്ന TVKയുടെ ഷാള് വിട്ട് നിൽക്കുന്ന എത്ര ഗുണ്ടകളുണ്ടെന്നറിയാമോ? തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം. ഗുണ്ട സെറ്റപ്പാണ്. നമുക്കത് കണ്ടുപിടിക്കാനേ പറ്റില്ല. അങ്ങനെ വിജയ് അവിടെ ഹോസ്പിറ്റലിൽ പോയി നിന്നാൽ വലിയൊരു വൻ കലാപം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് നടക്കാൻ സാധ്യതയുള്ളൂ. ഒന്ന്, വിജയ് അവിടെ വെച്ച് തീർക്കുക എന്നുള്ളതായിരിക്കും. അതായിരിക്കും അവർ ലക്ഷ്യം. കാരണം DMK അത്രയ്ക്കും മെൻ്റലി ഭയങ്കരമായിട്ട് അവർ തളർന്നിരിക്കുകയാണ്. വിജയുടെ ഈ വരവും വിജയുടെ പിൻബലവും ഈ യങ്സ്റ്റേഴ്സിൻ്റെയൊക്കെ ഈ ചെറുപ്പക്കാരുടെ ഒരു പിന്തുണയുമൊക്കെ കണ്ട് DMK മന്ത്രി MK സ്റ്റാലിനും എല്ലാവരും അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാരണത്തെ ഇപ്പം 41-42 പേര് മരിച്ച ഒരു സംഭവത്തിൻ്റെ എന്താ പറയുക, ഒരു പ്രത്യാഘാതം എന്നവണ്ണം ഒരാളെ തട്ടിയാലും, ഒരു കൂട്ടത്തിനിടയിൽ ഒരാൾ മരണപ്പെട്ടാലും ആർക്കും കാര്യമായ ശിക്ഷ കിട്ടില്ല എന്ന് ഒരു കൊച്ചുകുട്ടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഏതൊരു സംഭവത്തിൽ ഒരു കുട്ടികൾ ഗ്രൂപ്പായിട്ട് ചേർന്ന് അടിക്കാൻ പോയപ്പോൾ പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് പോയാൽ നമുക്ക് ശിക്ഷ കിട്ടില്ല. അതൊരു സത്യം തന്നെയാണ്. കാരണം തെളിവുണ്ടാവില്ല. ആരാണ് DMK, ആരാണ് TVK എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ
എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ഓരോ സ്ഥലങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് വളണ്ടിയേഴ്സിനെ നമ്മൾ ഉണ്ടാക്കണം ആദ്യം. അങ്ങനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ ഗ്രൂപ്പ് ഒരു ബസ്സിൽ വരുമ്പോൾ എന്തായാലും ഒരു ബസ്സിലൊക്കെ പിടിച്ചല്ലേ ആൾക്കാർ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ കൺട്രോളിലായിരിക്കും ആ ഗ്രൂപ്പ് മുഴുവൻ ഉണ്ടാവുക. ഇതേപോലെ എല്ലാ സ്ഥലങ്ങളിലും വരുന്ന ആൾക്കാരെ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഇതൊന്നും ഉണ്ടാകാതെ നോക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് DMKയുടെ മീറ്റിങ്ങിൽ ഇങ്ങനൊന്നും സംഭവിക്കാത്തത്? ഇതേപോലെ ഇതിനെക്കാട്ടിലും ആൾക്കാർ പങ്കെടുത്ത DMK മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, ADMKയുടെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, BJPയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതൊന്നും സംഭവിക്കാത്തത്? അവരുടെ ആൾക്കാരുണ്ട് അതിനകത്ത്. അവരുടെ ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ കണ്ടില്ലേ, ഇപ്പം റെഡ് ആർമി, അതേപോലെ തന്നെ അവരുടെ വളണ്ടിയേഴ്സ് വളരെ ശ്രദ്ധിച്ചിട്ടാണ് അതൊക്കെ ഡീൽ ചെയ്യുന്നത്. അവിടെ വെള്ളം കൊടുക്കാനും എല്ലാ കാര്യത്തിനും വന്നിട്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അതാത് ആൾക്കാർ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ആരുമില്ല. ഇവിടെ ഒരു ഭയങ്കര മോബായിട്ട് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുകയാണ്. വിജയിയെ കാണുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. വിജയ് പറയുന്ന സിനിമാ ഡയലോഗ് കയ്യടിക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ ലക്ഷ്യമുള്ളൂ. അവർക്ക് വേറെ ഒന്നുമില്ല. അവർക്ക് വിജയെ കാണാൻ വേണ്ടി ട്രാൻസ്ഫോമറിൻ്റെ മണ്ടയ്ക്ക് കയറുന്ന ആൾക്കാരുടെ ലോകമാണ്. അപ്പം എന്താണ് ഇവരുടെയൊക്കെ അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ. ട്രാൻസ്ഫോമറിൻ്റെ അടുത്തുകൂടി പോകാൻ പേടിക്കുന്ന നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ മണ്ടയിൽ കയറിയിരുന്നുകൊണ്ട് വിജയെ കാണാൻ കയറുന്ന ആൾക്കാരാണ്. അപ്പം അത്രയും എന്താ പറയുക, അത്രയും ഒരു ആരാധന വെച്ചിട്ടാണ് ഒരു ഭയങ്കര ഒരു താരാരാധനയാണ് വിജയ് കിട്ടിയിരുന്നത്. ഇത് മുഴുവൻ വോട്ടാക്കി കഴിയുകയാണെങ്കിൽ ഒരു 10% വോട്ട് കുട്ടികളുടെ ഈ പറയുന്ന യങ്സ്റ്റേഴ്സിൻ്റെ വോട്ടുണ്ടാവും. പിന്നെ ഒരു 8% വരുന്ന വോട്ടുകൾ അവരുടെ പേരൻസിൻ്റെയും ഒക്കെ ആയിട്ട് കിട്ടും. ഒരു 18% വോട്ട് കൺഫേം ആണ് വിജയ്ക്ക്. ഈ 18% വോട്ട് ബാധിക്കാൻ പോകുന്നത് ആരെയായിരിക്കും? DMK പോലുള്ള പാർട്ടികളെ ആയിരിക്കും. അപ്പം അതാണ് അവരുടെ മനസ്സിലെ വേവലാതി. ഒരു കുറേ വോട്ട് ഇവിടുന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വിജയ് ആരും വേണ്ട, ഞാൻ മാത്രം മതി, ഞാനാണ്. ഇപ്പം മധുരയുടെ തെക്ക് മത്സരിക്കുന്ന ആരാണ്? വിജയ്. മധുരയുടെ വടക്ക് മത്സരിക്കുന്ന ആരാണ്? വിജയ്. മധുരയുടെ കിഴക്ക് മത്സരിക്കുന്ന ആരാണ്? വിജയ്. മധുരയുടെ പടിഞ്ഞാറ് മത്സരിക്കുന്നതാണ് വിജയ്. വിജയ് 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 മാത്രം കൊണ്ടൊരു സംസ്ഥാനം ഭരിക്കാൻ പറ്റുമോ? ഇപ്പം കൂടിപ്പോയാൽ ഒരു 10-20 സീറ്റെങ്കിലും നേടിയെടുത്ത് ഇവർക്ക് കയറിപ്പറ്റാൻ പറ്റും. പക്ഷേ അതിന് പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളും കൂടെയില്ല. ഈ പറയുന്ന കൂടെയുള്ള ഇതിൻ്റെ സംഘാടകരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഈ രാഷ്ട്രീയത്തിൽ യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ആൾക്കാരാണ്. മുൻപരിചയത്തിൻ്റെ ആവശ്യം വേണ്ടല്ലോ. ഇവിടെ MM മണി വൈദ്യുത മന്ത്രി ആയതല്ലേ, എന്ത് മുൻപരിചയം വെച്ചിട്ടാണ്? അയാൾക്ക് എന്താ ഉള്ളത്? ശിവൻകുട്ടിയിൽ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പം അതൊന്നും മുൻപരിചയമല്ലല്ലോ. ഇവരൊന്നും അല്ല. IAS IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ അല്ലേ പുറകിൽ ഇതിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നതും ഭരിക്കുന്നതൊക്കെ ഒഫീഷ്യലായിട്ട് ആൾക്കാരാണെന്ന് നമുക്കൊക്കെ അറിയാം. ഒപ്പിട്ടുന്ന കാര്യങ്ങളും എല്ലാം ഇത് വിളിച്ചു പറയുന്ന, അവർ തരുന്ന സ്ക്രിപ്റ്റ് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ വിജയ് ഇപ്പം ചെയ്യേണ്ടിയിരുന്നത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട്, ഇപ്പോഴാണ് ഈ ഒരു വീഴ്ച വരുമ്പോഴാണല്ലോ അറിയുന്നത് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് വിജയ്ക്ക് വേണ്ടി വാദിക്കാനുണ്ടായിരുന്നത്. ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് BJP ആണ്. BJP അകറ്റി നിർത്തിയിരിക്കുകയാണ്. ഫാസിസ്റ്റ് രാഷ്ട്രീയ കക്ഷിയായിട്ട് മാറ്റി നിർത്തിയ BJP ആണ് ഇന്ന് വിജയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയിരിക്കുന്നത്. പിന്നെ ADMK ഇവരൊക്കെയാണ്. അപ്പം ഇവരെയൊക്കെ ഒരു ഭാഗത്ത് ഒരു സപ്പോർട്ടിനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഈ പറയുന്ന വിജയും BJPയും ADMKയോട് സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല DMKക്ക്. ഇനി ഒരു കാലത്തും DMKക്ക് ഭരിക്കാൻ പറ്റില്ല. അപ്പം അത് വരാതിരിക്കാനുള്ള എല്ലാ തന്ത്രവും അവിടുന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു കൂട്ടത്തിനിടെ നമുക്കറിയാം, ഒരു കൂട്ടം ആൾക്കാർ തിങ്ങി ഞെരുങ്ങി നിൽക്കുമ്പോൾ ഒരു 5-10 പേര് വിചാരിച്ചാൽ അവിടെ ഒരു വലിയ ദുരന്തമുണ്ടാക്കാൻ കഴിയും. നമ്മൾ ശബരിമല കാണാറുണ്ട്. പല സമയത്തും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ആൾക്കാരെ ഒരു ഗ്രൂപ്പായിട്ട് കയറിയിട്ട് ഒരൊറ്റ തള്ളാണ് മുമ്പോട്ട്. ആ സമയത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങോട്ട് കമന്ന് വീഴുക. അവരുടെ മുകളിലേക്ക് 10-50 പേര് വന്ന് വീഴുമ്പോൾ ഈ അടിയിൽ കിടക്കുന്ന ആൾക്ക് ഒരു ശ്വാസം പോലും വലിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മരിച്ചു പോകുന്ന അവസ്ഥയാണ്. അതേ അവസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞ മോബ് നീങ്ങുന്നതൊക്കെ കണ്ടാണ്. അത്രയും ഇടുങ്ങി നിന്ന് കൊച്ചു കുട്ടികളടക്കം കിടന്ന്, ഒന്നാമത് ഈ കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവരെ എന്താ പറയേണ്ടത്? ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് ഈ വിജയെ കാണാൻ വേണ്ടി ഗർഭിണികൾ വന്നിരിക്കുന്നു അവിടെ. ആലോചിച്ച് നോക്കൂ. ഇത്ര വളരെ കെയർലെസ് ആയിട്ട്, വളരെ നിരുത്തരവാദപരമായിട്ടും
ഇങ്ങനൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തത് വളരെ ദയനീയമാണ്. ഒന്നും നമുക്ക് പറയാം, ഇപ്പോൾ ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്താ? ഏറ്റവും സത്യസന്ധനായ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സത്യസന്ധനായ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അപ്പം സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ എങ്ങനെ നോക്കിയിരിക്കുകയാണ് പിടിക്കാനായിട്ട്, ക്യാച്ച് എന്താണ് ഒരു വാക്ക്. ഓരോ സമയത്തും സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് ഓരോന്ന് കിട്ടും. ഇപ്പോൾ അവസാനമായിട്ട് കിട്ടിയിരിക്കുന്നു പ്രജകൾ. കഷ്ടകാലം എന്നല്ലാതെ എന്താ പറയുക. ഈ പ്രജകൾ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ആരാണ്? താൻ രാജാവ്, ഇത് പ്രജ ആളുകൾ എന്ന് പറഞ്ഞാൽ വാക്ക് മതി. പുള്ളി അതൊന്ന് പോളിഷ് ചെയ്ത് എനിക്ക് പ്രജകളാണ് എൻ്റെ ഏറ്റവും, ആ പ്രജകൾ എന്നുള്ള വാക്ക് വെച്ച് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വാക്കുകൾക്കും ഇടയിൽ. അതേപോലെയാണ് ഇപ്പം അവിടുത്തെ അവസ്ഥ. ഇതും ഒരു സത്യസന്ധനായ, ഇവർക്കൊന്നും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല, അത്രയ്ക്കും വിഷലിപ്തമാണ്, കളങ്കം പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. അതിനകത്തേക്കാണ്, ആ ചളിക്കുണ്ടിലേക്കാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഇറങ്ങുമ്പോൾ ശരിക്കും ചളിക്കുണ്ടിൽ ഇറങ്ങുമ്പോൾ നമ്മളും ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല. നമ്മൾ സത്യസന്ധനാണ്, നാം ധർമ്മിഷ്ഠനാണ്, വെട്ടൊന്ന് തുണ്ടുണ്ട്, നേരെ വാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റും. പക്ഷേ മുമ്പോട്ട് ചലിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതേപോലെ സപ്പോർട്ട് വേണം, രാഷ്ട്രീയപരമായിട്ടുള്ള സപ്പോർട്ട് വേണം. ഇപ്പോൾ കോടാനുകൂടി ആൾക്കാരുണ്ടാവും ചിലപ്പോൾ സപ്പോർട്ടായിട്ട്, അതുകൊണ്ട് കാര്യമില്ല. രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നമുക്ക് പറ്റുന്ന ഏതെങ്കിലും നമ്മൾക്ക് ഒത്തുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ട്, ഓൾറെഡി ഉള്ള രാഷ്ട്രീയ കക്ഷിയോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അലയൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെയാണ്. അലയൻസ് ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ഇന്ത്യ പോലും ഭരിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണോ? അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും നോക്കി, LDF ആയാലും എല്ലാ സംസ്ഥാനങ്ങളിലും മറ്റുള്ള ചെറിയ കക്ഷികളുമായിട്ട് അലയൻസ് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിലൊക്കെ ഒത്തിരി ഗുണങ്ങൾ നാളെ കിട്ടേണ്ടതാണ്. പക്ഷേ ഇതൊന്നും വേണ്ട, താൻ ഒറ്റയ്ക്ക് വിജയ് എന്നുള്ള ഈ ഒരു വ്യക്തി, ആ ഒരു നല്ല വ്യക്തി ഒറ്റയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. അതുപോലെ തന്നെ വിജയ് അന്ന് തന്നെ വേണമെങ്കിൽ വിജയ്ക്കൊരു റിപ്ലൈ കൊടുക്കാമായിരുന്നു, ഇങ്ങനെ ഒരു പക്ഷേ മെൻ്റലി അപ്സെറ്റാക്കി നമുക്ക് ആലോചിച്ച് നോക്കൂ. ഒരു 42 മരണത്തോളം തൻ്റെ ഈ പൊതുയോഗത്തിൽ ഉണ്ടായി എന്ന ഒരു ദുഃഖ വാർത്ത എങ്ങനെയായിരിക്കും ഒരു വ്യക്തിയെ ഹോണ്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഡിപ്രസ്ഡ് ആയിട്ടായിരിക്കും അന്ന് വിജയ് ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇറക്കാമായിരുന്നു. പക്ഷേ 3 ദിവസം കഴിഞ്ഞ് 72 മണിക്കൂറിന് ശേഷം ഇറക്കിയ വീഡിയോയുടെ ഗതികേട്, അതിന് ഓഡിയോ പോലും ശരിയല്ല എന്നുള്ളതാണ്. ഒന്ന് മര്യാദയ്ക്ക് കേൾക്കുന്ന പോലുമില്ല. വളരെ ലോയിലാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെയും കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആയിരുന്നില്ല അത്. അതിനിയും പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ നല്ലൊരു വീഡിയോ. അതുപോലെ തന്നെ എന്തായാലും ഈ 42 പേരെ വീട്ടിലും ചെന്ന് വിജയ് കാണാം. അവരൊക്കെ ഇന്നും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സ്വന്തം കൂടപ്പുറപ്പിനെ, സ്വന്തം ഭർത്താവിനെ, സ്വന്തം അച്ഛനെ, സ്വന്തം അമ്മയെ ഒക്കെ നഷ്ടപ്പെട്ടവർ ഇന്നും അടിയുറച്ച് വിജയെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, വിജയ് വരണം, വിജയ് അടുത്ത ഇലക്ഷനിൽ വിജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് അവരെല്ലാം എന്ന കാര്യവും മറക്കരുത്. അപ്പോൾ എന്തുകൊണ്ടും ഈ വിജയ് പോലൊരാൾ നാളെ തമിഴ്നാട്ടിൽ വരേണ്ടത് ഒരു അനിവാര്യമായ ഘടകം തന്നെയാണ്. പണ്ട് ഇതേപോലെ രജനീകാന്ത് വരാൻ നോക്കിയതാണ്. ആ രജനീകാന്തിനെ അവസാനം നിക്കക്കളിയില്ലാതെ CBI മറ്റേത് മറിച്ചത് റൈഡ്, അത് ടാക്സ് എല്ലാം പ്രശ്നമായിട്ട് പ്രഷർ കയറ്റി അവസാനം അയാൾ മടുത്തതാണ്. അപ്പോഴും പുള്ളിക്കും ഉണ്ടായി, പുള്ളി അവസാന നിമിഷം വരെ പോയിട്ട് അവസാനം കൈവിട്ടത് ഇതെങ്ങനെ ഇത് പ്രാവർത്തികമാക്കുമെന്ന ഘട്ടത്തിലാണ്. പറയാൻ പറ്റും, ഞങ്ങൾ വരുന്നു, ഇവരെല്ലാം വോട്ടാക്കി മാറ്റും, ഇവരെല്ലാം വോട്ട് ചെയ്യും, സമ്മതിച്ചു. പക്ഷേ എന്നാലും ഒരു പ്രസ്ഥാനം കൊണ്ടുപോകാൻ ഒറ്റ ഒരാൾ വിചാരിച്ചാൽ അത് ഒരു ജനാധിപത്യ പ്രക്രിയ അല്ലല്ലോ. ഒരു കൂട്ടം ആൾക്കാർ വേണം. അതായത് അതിൻ്റെ കഴിവുള്ള, അതിനായിട്ട് നല്ല വിവരമുള്ള, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച, ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾക്കാരായിരിക്കണം. ഇതൊന്നുമല്ലാതെ കുറച്ച് വിജയെപ്പോൾ തന്നെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വേറെ മേഖലകളിലൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടെയുള്ളത്. അതുകൊണ്ടൊന്നും ഒരു പ്രസ്ഥാനം വളർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു പ്രസ്ഥാനം വളരുമ്പോൾ ഏതെങ്കിലും ഒരു കുറച്ച് അറിയപ്പെടുന്ന മുന്നിൽ പ്രവൃത്തി പരിചയമുള്ള ആൾക്കാർ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് വ്യക്തം. ഇപ്പം വിജയുടെ പുറകിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെ എല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നോൺ ബെയിലബിൾ ഇതാണ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇവരെല്ലാം അറസ്റ്റ് ആക്കിയതിൽ വിജയ് ഒറ്റപ്പെട്ടു. അവിടെ വിജയ് ഒറ്റപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ്. ഈ സമയത്താണ് ഞാൻ പറഞ്ഞത്, ഇതേപോലെ അണ്ണാഡിഎംകെയായിട്ടോ BJP അലയൻസുമായിട്ടോ ഒക്കെ ഒരു കണക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ ഒറ്റപ്പെടലിൻ്റെ പ്രശ്നം വരുന്നില്ല. അത് ഒരുപക്ഷെ അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതില്ലെങ്കിലും ഒറ്റയ്ക്ക് തന്നെ ഞാൻ ഭരിക്കുള്ളൂ, ഒറ്റയ്ക്ക് തന്നെ ഞാൻ പ്രവർത്തിക്കുള്ളൂ എന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് വരികയാണെങ്കിൽ സന്തോഷം. നമുക്ക് സപ്പോർട്ട് പറയാനും നമുക്കൊരു സമാധാനം കണ്ടെത്താനും നമ്മളെ ഉപദേശിക്കാനും നമുക്കൊരു മാർഗനിർദ്ദേശം തരാനും ആരെങ്കിലുമൊക്കെ വേണം. ഇല്ലാതാകുന്നൊരവസ്ഥയിൽ വളരെ ദയനീയമായിരിക്കും മുന്നോട്ടുള്ള പ്രയാണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിടയ്ക്ക് കേൾക്കുന്നത് അമിത്ഷാ വിജയുമായി ബന്ധപ്പെട്ടു സംസാരിച്ചു. എല്ലാവിധ പിന്തുണയും അമിത്ഷാ കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അത് തന്നെ വേറെ ചില ആൾക്കാർ പറയുന്നു അമിത്ഷാ വിളിച്ചിട്ട് വിജയ് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. അതിങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ആരും പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അവരെ അപ്പം പോലീസ് പോക്കും, അതാ അവസ്ഥ. സത്യം പറയാൻ പറ്റില്ല. പിന്നെ കളവ് പറയണം. ഈ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി കളവ് പറഞ്ഞാൽ മാത്രമേ ഇത് നിലനിൽക്കാൻ പറ്റൂ. പക്ഷേ അതൊന്നുമല്ല. അത് ഇന്നിപ്പം ഇതൊരു നല്ല പ്രവണതയും കൂടിയില്ല. ഇന്നിപ്പോൾ ഒരു മരിച്ച ഒരാൾക്ക് ഇന്ന് കിട്ടിയിരുന്ന 10 ലക്ഷം രൂപ സംസ്ഥാനം, 20 ലക്ഷം രൂപ വിജയ്, 5 ലക്ഷം രൂപ പിന്നെ പ്രധാനമന്ത്രി. അപ്പോൾ എത്രയായി? 20, 10, 30, 35. അല്ലാതെ കോൺഗ്രസ് കൊടുക്കാമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു 5 ലക്ഷം രൂപയെങ്കിലും കോൺഗ്രസും കൊടുക്കുമായിരിക്കും. അപ്പം 20, 10, 30, 35, 40 ലക്ഷം രൂപ ഒരു മരിച്ച വ്യക്തിക്ക് കിട്ടുകയാണ്. ഇത് വേറൊരു വിധത്തിലും ബാധിക്കാൻ സാധ്യതയുണ്ട്. നാളെ ഇനിയൊരു മീറ്റിങ്ങിൽ ഇങ്ങനൊരു ഇതുപോലൊരു മരണം സംഭവിച്ചാൽ 40 ലക്ഷം കിട്ടുമെന്ന് കരുതി അത്യാഹിതം ചെയ്യാൻ വരുന്ന ആൾക്കാരെയും സൂക്ഷിക്കണം. കാരണം തമിഴ്നാടാണ്, പറയാൻ പറ്റില്ല. ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ കയറിയിരുന്ന് വിജയെ കാണുന്ന ആൾക്കാരുടെ നാടാണ്. നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. അപ്പം എല്ലാം നല്ലതാണ്, പക്ഷേ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിന്നെ വിവരക്കേട് കൊണ്ടും കയ്യിലിരിപ്പ് കൊണ്ടും എന്താ പറയുക, ഈ ഒരു വിവരക്കേടത്തെ പറയാൻ പറ്റുമോ? കാരണം ബുദ്ധിയുള്ളവരാരും ഇങ്ങനൊരു ക്രൗഡിനകത്ത് കൊച്ചു കുട്ടികളെയും കൊണ്ടും ഗർഭിണികളും വരിക എന്ന് പറഞ്ഞാൽ അവരെന്താ പറയേണ്ടത്? അപ്പോൾ എങ്ങനെയെങ്കിലും വിജയെ ഒന്ന് കാണണം എന്നത് മാത്രമാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഖുഷ്ബുവിന് വേണ്ടി അമ്പലം ഉണ്ടായ സ്ഥലമാണ്. ഖുഷ്ബു എന്നൊരു നടിക്ക് വേണ്ടി അമ്പലം പണിത സ്ഥലമാണ് തമിഴ്നാട്. അപ്പം എന്തും ചെയ്യാം. ഇപ്പം താരാരാധനയാണല്ലോ. അപ്പം എം ജി ആർ കഴിഞ്ഞിട്ട് എംജിആറിനെ പോലൊരു സത്യസന്ധനായ മനുഷ്യൻ പിന്നീട് വന്നിട്ടില്ല. ഒരു പരിധിവരെ ജയലളിതയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. പക്ഷേ എംജിആറിൻ്റെ സപ്പോർട്ടോട് കൂടിയായിരുന്നു എങ്കിൽ പോലും അത് ഒരു പരിധിവരെ കൊണ്ടുപോയി. പക്ഷേ ഒരു എന്താ പറയുക, ഒരു സത്യസന്ധനായി നിന്നുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഒരു ഭരണം നടത്താൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മാത്രം അല്ലല്ലോ, എല്ലാ കാര്യവും വിജയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. അതിനൊക്കെ ഓരോ വിഭാഗങ്ങൾ, ഇവരൊക്കെ ഈ കുറേ കാലങ്ങളായിട്ട് എണ്ണയിട്ട് ചലിക്കുന്ന ഈ യന്ത്രങ്ങൾ എല്ലാം ഉണ്ട് ചുറ്റിനും. ഈ യന്ത്രമൊക്കെ പ്രവർത്തിപ്പിക്കേണ്ട വ്യക്തിയാണ്. അതൊക്കെ എങ്ങനെ ഇത്രയും കാലം ചലിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഈ ഇതിലാണ് ചലിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ നാളെ പുള്ളി അങ്ങോട്ട് നേരിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴത്തേക്കും എന്താവും? അതൊക്കെ അതിൻ്റെ ചലനമൊക്കെ മെല്ലെ ആവും. ഉടനെ ആക്ഷൻ എടുക്കുമായിരിക്കും. ഇതിനൊക്കെ പ്രത്യാഘാതങ്ങൾ പിന്നെ വരാൻ പോകുന്നേ ഉള്ളൂ. മൊത്തം എല്ലാ ആൾക്കാരെയും മാറ്റി പുതിയ ആൾക്കാരെ വെച്ച് അഴിച്ചു പണിഞ്ഞ് അതൊക്കെ നടക്കുമോ? അത്രയും അങ്ങനത്തെ അത് ഒരു സിനിമാ കഥ പോലെ, ഒരു സിനിമയിലെ ഒരു താരം ഒരു വലിയൊരു ക്യാൻവാസിലൊരു സിനിമ മനസ്സിൽ കണ്ടിട്ടാണ് വിജയ് ഇപ്പം ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നതെങ്കിൽ ആ കണക്കൂട്ടിലൊക്കെ തെറ്റും. സിനിമയല്ല, ഇത് റിയലാണ്, റിയൽ ലൈഫ്. ഇവിടെ ഗുണ്ടകളുടെയും അഴിമതിയുടെയും എല്ലാ വൃത്തികേടുകളുടെയും ഒരു കേന്ദ്രമാണ്. എന്തായാലും വിജയ്ക്ക് ഒരു നല്ല തീരുമാനങ്ങൾ എടുക്കാനും ധൈര്യത്തോടു കൂടി ഇതിലൊന്നും പതറാതെ, കാരണം ഇതൊക്കെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ മെൻ്റലി ഡിപ്രസ്ഡ് ആക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇതോടുകൂടി വിജയ് തകരും. വിജയ്ക്ക് ഇനി മുന്നോട്ട് വരാൻ പറ്റില്ല എന്ന രീതിയിൽ എത്രയോ ആൾക്കാർ ഇപ്പം പൊതു താല്പര്യ ഹർജി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് വിജയ് അറസ്റ്റ് ചെയ്യണമെന്ന് കൊടുത്ത ആൾക്കാരുണ്ട്. വിജയുടെ പ്രസ്ഥാനത്തിൽ TVKയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ കൊടുത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. അങ്ങനെ
വിജയുടെ TV-ക്കാണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനും പോകുന്നില്ല, വിജയെ അറസ്റ്റ് ചെയ്യാനും പോകുന്നില്ല. വിജയെ അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകാൻ പോകുന്നത് ദുരന്തമായിരിക്കും. അതൊരു മഹാദുരന്തമായിരിക്കും. തമിഴ്നാട്ടിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ DMKക്ക് പറ്റില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇനി ശക്തമായിട്ട് വിജയ് മുന്നോട്ട് വരണം. വിജയെപ്പോലെ സത്യസന്ധനായ ഒരു വ്യക്തി ജനങ്ങളെ സേവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് ധൈര്യം കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ആരാധകരായ നമുക്കെല്ലാവർക്കും ഈശ്വരനോട്, സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.